മുൻമന്ത്രിമാരായ ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയ തിരുവനന്തപുരം ജില്ലയിലെ തഴക്കവും പഴക്കവുമുള്ള നേതാക്കളെയെല്ലാം പിണറായി വിജയൻ കൈയൊഴിയുകയാണ്. അവർക്കൊന്നും പദവികൾ നൽകുന്നില്ല എന്ന് മാത്രമല്ല, MLA ആയ വി ജോയിക്ക് 2ാം പദവി നൽകി ആദരിക്കുകയുമാണ്. എന്നാൽ വി ജോയിയെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി തിരികെ കൊണ്ടുവരുന്നതിൽ മുൻമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ ശിവൻകുട്ടി ഇടഞ്ഞു എന്ന് തന്നെ പറയാം. ഇന്ന് നടക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കില്ല എന്നറിയിച്ചതോടെ തിരുവനന്തപുരത്ത് CPM-ൽ വൻ കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ്. ശാരീരിക ബുദ്ധിമുട്ടുകളാണ് കാരണമെന്ന് പാർട്ടി പറയുമ്പോഴും വി ജോയിയെ തിരികെ കൊണ്ടുവരുന്നതിലുള്ള അതൃപ്തിയാണ് യഥാർത്ഥ കാരണമെന്ന് അദ്ദേഹം അടുത്ത ആളുകളോട് സൂചന നൽകിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് വി ജോയി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത്. ജോയി വർക്കലയിൽ മത്സരിക്കുകയും വീണ്ടും MLA ആയി വിജയിക്കുകയും ചെയ്തു. തുടർന്നാണ് A റഹീം MP-ക്ക് താൽക്കാലിക ചുമതല CPM നൽകിയത്. റഹീമാണെങ്കിൽ പാർട്ടിയെ ഏതെങ്കിലും കുഴിയിൽ കൊണ്ട് ചാടിക്കുമെന്ന് നേതൃത്വത്തിന് തന്നെ നല്ല വിശ്വാസമുണ്ട്. പക്വതയില്ലാത്ത ഒരുതരം രാഷ്ട്രീയ പെരുമാറ്റമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും പലപ്പോഴും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി റഹീമിനെ മാറ്റി പുതിയ ഒരാളെ കണ്ടെത്തണമെന്നുള്ളതിൻ്റെ ചർച്ച നടക്കുമ്പോഴാണ് വീണ്ടും ജോയിയെ തന്നെ പരിഗണിച്ചത്. അതായത് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ വി ജോയി MLA തന്നെ സെക്രട്ടറിയായി തിരികെ എത്തണമെന്നാണ് ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം. പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ ഇതിനെ അനുകൂലിച്ചു, നിലപാടെടുത്തു എന്നുള്ളത് ശിവൻകുട്ടിയെ ചൊടിപ്പിച്ചു. ശിവൻകുട്ടി മാത്രമല്ല, കടകംപള്ളി സുരേന്ദ്രനും ഇതിൽ അതൃപ്തി പരസ്യമായി വ്യക്തമാക്കി. തന്നെ പരിഗണിക്കണമെന്ന് നേരിട്ട് പറയുന്നില്ലെങ്കിലും MLA ആയ ആൾ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്നാണ് ശിവൻകുട്ടി എടുത്തിരിക്കുന്ന കടുത്ത നിലപാട്. CPM-ന്റെ സംഘടനാ രീതി അതല്ല എന്നാണ് ശിവൻകുട്ടി ആഞ്ഞടിച്ചത്. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗങ്ങളുടെ യോഗത്തിലായിരുന്നു ജോയിയെ സെക്രട്ടറിയാക്കുന്ന കാര്യത്തിലൊരു ധാരണയിലെത്തിയത്. പണ്ട് പിണറായി വിജയന് തിരുവനന്തപുരത്ത് വേരുറപ്പിക്കാനും എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനും ശിവൻകുട്ടിയും കടകംപള്ളിയും ഒക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് അവരെയെല്ലാം തഴഞ്ഞ് വി ജോയിലേക്കാണ് കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുന്നത്. അത് വലിയൊരു ഈഗോ ക്ലാഷിലേക്കും അതുപോലെ അതിലുപരി ഗ്രൂപ്പിസത്തിലേക്കും CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി എത്തി എന്നതാണ് വാസ്തവം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന ഘട്ടത്തിൽ തന്നെ ജില്ലാ സെക്രട്ടറി ആയതിനാൽ ജോയിക്ക് സീറ്റിംഗ് സീറ്റായ വർക്കലയിൽ മത്സരിക്കാൻ ഇടം കൊടുക്കരുത് എന്ന് സംസ്ഥാന നേതൃത്വം അഭിപ്രായപ്പെട്ടിരുന്നു. ജോയിയെ വർക്കലയിൽ മത്സരിപ്പിക്കരുത് എന്നുള്ള തീരുമാനം ശക്തമായപ്പോഴും പിണറായി അവിടെ ഇടപെട്ട് ജോയിയെ സ്ഥാനാർത്ഥിയാക്കി. എന്നാൽ CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ജോയി മത്സരിച്ചില്ലെങ്കിൽ വർക്കല സീറ്റ് നഷ്ടപ്പെടുമെന്ന ഒരു നിലപാട് സ്വീകരിച്ചു. ഇതിനെ തുടർന്നാണ് ജോയി വർക്കലയിൽ മത്സരിക്കുന്നതും ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഒഴിയുന്നതും. എന്നാൽ വിജയിച്ചു വന്ന ഒരാളെ വീണ്ടും ജില്ലാ സെക്രട്ടറിയാക്കുമ്പോൾ ജില്ലയിൽ തങ്ങളെല്ലാം എന്ത് കാണാൻ നിൽക്കുകയാണ് എന്ന ചോദ്യമാണ് ശിവൻകുട്ടി ഉയർത്തിയിരിക്കുന്നത്. ഭരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കറിയാം, പാർട്ടിയെ നിയന്ത്രിക്കുന്ന ഒരു ജില്ല എന്നുള്ള നിലയിൽ ശിവൻകുട്ടി ഇടഞ്ഞത് വലിയ ഗ്രൂപ്പ് പോരിൻ്റെ തുടക്കമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. മകൾ വീണയുടെ കേസിൽ ഏതു നിമിഷവും അറസ്റ്റും വലിയ തിരിച്ചടിയും നേരിടാൻ കാത്തുനിൽക്കുന്ന പിണറായി വിജയന് എന്നും ഒപ്പം നിന്നിരുന്ന ശിവൻകുട്ടി എതിരായത് വലിയ തിരിച്ചടി തന്നെയായിരിക്കും.